പാലക്കാട് അർബൻ ബാങ്ക് മുക്കുപണ്ട പണയത്തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ ശേഷവും പ്രതി വിവേക് മെസ്സേജ് അയച്ചു എന്ന് മുൻ മാനേജർ ശരണ്യ 24നോട്. കേസിലെ മുഖ്യപ്രതി മോഹനകൃഷ്ണനെ കണ്ടുപരിചയമുണ്ട്. തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് മാറിയെന്നും ശരണ്യ 24നോട് പറഞ്ഞു. ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പ് നടന്ന ഏതാണ്ട് 1.5 ആഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ പ്രതികളെ ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു പ്രതിയായ വിവേകിന്റെ സ്ഥാപനം ഇവിടെ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകുറിശ്ശിയല്ല, തേൻകുരിശ്ശിയിൽ ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിലെ മാനേജറായി ജോലി ചെയ്ത ശരണ്യാണ് നമ്മുടെ പഞ്ചായത്ത്. ശരണ്യ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ഒരു മുക്കുപണ്ട പണയം? ഇല്ല, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു തട്ടിപ്പിന് അവർ മുതിരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്താണ് ശരണ്യ, നിങ്ങൾക്കും പൈസ തരാനുണ്ടോ? കുറേ ആളുകൾക്ക് പണം കൊടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. അതെ, അവിടെ വർക്ക് ചെയ്ത കുറേ സ്റ്റാഫുകൾക്ക്, മാനേജർ ഉൾപ്പെടുന്ന ഒരുപാട് സ്റ്റാഫുകൾക്ക് ഇവർ സാലറി കൊടുക്കാനുണ്ട്. അത് പേഴ്സണലായിട്ട് എനിക്കും കുറച്ച് ക്യാഷ് തരാം. എത്ര പൈസ കിട്ടാനുണ്ട്? അപ്രോക്സിമേറ്റ് ഒരുപാട് വലിയൊരു എമൗണ്ട് ആണ്. എന്നിരുന്നാലും അതിപ്പോൾ EMI എന്നുള്ള രീതിയിലാണ് അവർ അടച്ചു പോകുന്നത്. കുറച്ച് ലോണുകൾ എടുത്ത് കൊടുത്തതാണ്. പിന്നെ അതിന് പുറമെ പേഴ്സണൽ ക്യാഷും ഉണ്ട്. അപ്പോൾ ആ EMI ഇവർ കറക്റ്റ് അല്ലെങ്കിൽ പോലും ഇത്രയും കാലം കുറച്ച് അടച്ചു വരുന്നുണ്ട്. ബാക്കിയുള്ള ക്യാഷ് കുറച്ച് തരാനുണ്ട്. 36 ലക്ഷം രൂപയുടെ തട്ടിപ്പ് അല്ല മുക്കുകൊണ്ടം പണയം. ഈ പണയം മോഹനകൃഷ്ണനുമായിട്ട് നേരിട്ട് കണ്ടിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇവരുടെ മാമനാണല്ലോ. പണമൊക്കെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഇത്രയധികം പണം പല മേഖലയിൽ നിന്ന് വരുന്നു, പക്ഷേ വീട് ജപ്തിയായി എന്ന് പറയുന്നു. അത് എവിടേക്കാ ഈ പൈസയൊക്കെ പോകുന്നത്? അതാണ് ഞാനും എനിക്കറിയാത്തൊരു കാര്യം അത് തന്നെയാണ്. കാരണം ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം അവർക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ഫണ്ടൊന്നും വന്നിട്ടില്ല. കാരണം നമ്മളെ അക്കൗണ്ട് ത്രൂ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം. സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഞാൻ തന്നെയല്ലേ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ബാധ്യതകളും ഉണ്ട് ഇവർക്ക്. സ്വർണ്ണം ഇവിടുന്ന് കിട്ടുന്ന വല്ല ധാരണയുണ്ടോ? അങ്ങനെ വല്ല പരിചയക്കാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ചിട്ടോ? അങ്ങനെ എനിക്ക് അങ്ങനെ അറിയില്ല. പരിചയക്കാരുണ്ട് എന്നല്ലാതെ അത് എന്ത് ഫീൽഡിലുള്ള ആൾക്കാരാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് എനിക്ക് കൺഫേം ആയിട്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല. യാത്രകൾ നടത്താറുണ്ടല്ലോ ഈ വിവേക് സ്ഥിരം? യാത്രകളൊക്കെ നടത്താറുണ്ട്. കാരണം ഈ പറയുന്ന പോലെ തൃശ്ശൂരിലും പിന്നെ KSIDC എറണാകുളത്താണല്ലോ. അപ്പോൾ അങ്ങോട്ട് യാത്രകൾ നടത്തുമ്പോൾ പരിചയപ്പെട്ടുള്ള ആൾക്കാരെ കാണാൻ പോകാറുണ്ട്. അവസാനം നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു നിങ്ങളുടെ ലോണുമായി ബന്ധപ്പെട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരെ സ്വിച്ച് ഓഫ് ആവുന്നതിൻ്റെ മുന്നത്തെ ദിവസം തന്നെ എനിക്ക് EMIൻ്റെ ഡേറ്റ് ആണ്. വിളിച്ചപ്പോൾ ആ ദിവസം എടുത്തതേ ഇല്ല. പിറ്റേ ദിവസം മോർണിംഗ് മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിറ്റേ ദിവസം മോർണിംഗ് ആണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നത്, ശരണ്യ ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് എമർജൻസിയാണ്, സോറി ഞാൻ ഇതുവരെ ഇന്ത്യ ട്രേഡ് മുടക്കിയിട്ടില്ലല്ലോ, ഒരു 10 ദിവസത്തിനുള്ള ക്യാഷ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നത്. ബന്ധങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവർ പഠിച്ചതൊക്കെ ഡൽഹിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അങ്ങനെ ക്ലിയർ ആയിട്ട് ഇവർ എങ്ങോട്ട് പോകുന്നുള്ളതൊന്നും എനിക്ക്. ശരണ്യക്ക് അതാണ് പറയാനുള്ളത്. ശരണ്യക്ക് കാര്യമായ ഇത്തരം വിവരങ്ങൾ മാത്രമാണ് ശരണ്യക്ക് അറിയുന്നത്. അവർക്ക് ഇതുമായി തട്ടിപ്പുമായി ഒന്നും യാതൊരു ബന്ധവുമില്ല. അവർ കൃത്യമായ രീതിയിൽ അവിടെ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി സ്വന്തമായൊരു പോൾട്രി ഫാം നടത്തുകയാണ് ഇപ്പോൾ. രാജീവ് സുധേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.